വെൽക്കം ടു റുബിൻസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോയിൽ അത്താഴം മുതൽ നോമ്പ് തുറക്കുന്നത് വരെയുള്ള നോമ്പ് 2ൻ്റെ വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഇന്ന് ഞാൻ ചിക്കൻ മന്തിയും പിന്നെ കട്ട്ലറ്റുമാണ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം തന്നെ മന്തിക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ചിക്കനൊക്കെ മസാല തേച്ച് റെഡിയാക്കിയാൽ മതിയല്ലോ. അപ്പോഴേക്കും വെള്ളം തിളച്ച് അരിയൊക്കെ ഇട്ട് അങ്ങനെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ രണ്ടടുപ്പിലും വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് അല്ലാത്ത കാര്യങ്ങൾ ഇപ്പുറത്ത് നിന്ന് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചണിലുള്ള ജോലികളൊക്കെ ഒതുക്കാം. ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില എല്ലാം ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നായിട്ട് ഒറ്റതിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ ഞാൻ ഒക്കെ ഒന്ന് മസാല ആക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ വേവിച്ച് ചോപ്പറിൽ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും മാത്രമാണ് കേട്ടോ ഒരു മസാലയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ കിഴങ്ങ് വേവിച്ച് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതാണ് കേട്ടോ കട്ട്ലറ്റിന് ഞാൻ ചെയ്യുന്ന മസാല. പിന്നെ ഇപ്പുറത്ത് തരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നീനും ഉണ്ട് കേട്ടോ ഒന്ന് കിച്ചണിൽ എൻ്റെ കൂടെ. അപ്പോൾ ഓരോന്നായിട്ട് അവളും എനിക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ തരിക്കഞ്ഞി ഞാൻ തരി എന്നാണ് പറയുക. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ തരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി സേമിയവും കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ റവ വറുക്കുന്നൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. നമ്മൾ തരിയിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പൂ, കുറച്ച് ഏലക്കാപ്പൊടി എന്നിവ ചേർത്ത് പാലൊക്കെ ചേർത്ത് അതൊന്ന് തിളച്ചതിന് ശേഷം അതൊക്കെ വേവുമല്ലോ നമ്മളെ തരി. അപ്പോഴേക്കും നമ്മൾ കുറച്ച് നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കുക. ചെറിയുള്ളി ഒന്നും ഇടുന്നത് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. ചെറിയുള്ളിയൊക്കെ ഇട്ട് വറവിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികളത് കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നീനിവിടെ പൈനാപ്പിളൊക്കെ റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ ജ്യൂസിന് വേണ്ടിയിട്ട്. ഞാൻ കോൺഫ്ലെക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട്ലറ്റിന്. പിന്നെ നമുക്ക് എഗ്ഗൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കയ്യിൽ എണ്ണ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കട്ട്ലറ്റിനുള്ള ഇതൊക്കെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോൺഫ്ലെക്സ് ഡിപ്പ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ബ്രെഡ് ക്രംസ് ആക്കുന്നതിലും നല്ല ടേസ്റ്റ് ഈ ഒരു കോൺഫ്ലെക്സ് ആക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലത് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നീനുവിന് ഒരു ഐഡിയ കേട്ടോ. ഞാൻ കോൺഫ്ലെക്സൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്യുന്ന സമയത്തോളം പറഞ്ഞ് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആക്കി തരാം, അതും കൂടി ഒന്ന് ആക്കി നോക്കും വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ ആക്കി തന്നതാണ് കേട്ടോ. ഞാൻ രണ്ടും കൂടി ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റായി തോന്നിയത് കോൺഫ്ലെക്സ് ആക്കിയത് തന്നെയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിരുന്നു. കുറേ ടൈമിന് അതിങ്ങനെ തണുത്ത് പോകാതെ ഇങ്ങനെ റെഡിക്ക് ഇങ്ങനെ ക്രിസ്പി നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അവൾ പൈനാപ്പിളെല്ലാം ചെത്തി റെഡിയാക്കി തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പകുതിയാണ് കേട്ടോ ജ്യൂസിന് എടുത്തിട്ടുള്ളത്. പകുതി നമ്മളിങ്ങനെ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വത്തക്കൊക്കെ മുറിച്ച് വെക്കുകയാണ്. അപ്പോൾ വത്തക്ക വെള്ളം ഉണ്ടാക്കുക എന്നും ഇപ്പം അതന്നെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വത്തക്കൊക്കെ മുറിച്ച് വെക്കുന്നത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വത്തക്കൊക്കെ. കുട്ടികൾ ഇതൊക്കെ കഴിക്കും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നീനുവിനും ഫത്തുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പല രീതിയിലാക്കിയിട്ട് എന്നും വത്തക്ക വേണം താനും. അപ്പോൾ അതൊക്കെ ആക്കിയതാ നമ്മൾ ബാങ്ക് കൊടുക്കാനൊക്കെ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ നമ്മൾ ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് കഴിയുമെങ്കിൽ ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ നമ്മൾ ടേബിളിലേക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അതിന് ചുറ്റും ഇരുന്നിട്ട് ആ ഒരു ടൈമിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പെട്ടെന്ന് തന്നെ സ്വീകരിക്കും. അതിനുള്ള ഒരു ഫലം നമുക്ക് കിട്ടുമെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. കഴിയുന്നതും ആ ഒരു ടൈമിൽ നമ്മളൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഒന്ന് കിച്ചണിലേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ ഫത്തുവിന് ഇന്ന് നോമ്പില്ല, അതിൻ്റെ തലേദിവസം ഫസ്റ്റ് നോമ്പ് എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം.
എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ തന്നെ കഴിക്കുള്ളൂ കേട്ടോ. എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് കഴിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. ഇന്ന് അത്താഴത്തിനായിട്ട് വേറെ ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് മന്തി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപത്തെ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.